നമസ്കാരം. വീട്ടിലോ പരിസരത്തോ ആര്യവേപ്പുണ്ടോ? എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. പണ്ടുകാലത്ത് വീടുകളിലും പരിസരങ്ങളിലും ധാരാളമായി ഉണ്ടായിരുന്ന മരമാണ് ആര്യവേപ്പ്. വായുവിനെ ശുദ്ധീകരിക്കാൻ ആര്യവേപ്പിന് കഴിയുന്നു. അസുഖങ്ങൾ കുറയ്ക്കാനും ആര്യവേപ്പ് സഹായിക്കുന്നു. അതിനാൽ തന്നെ പലയിടങ്ങളിലും ഇപ്പോഴും ഈ മരം നിൽക്കുന്നുണ്ട്. ആര്യവേപ്പിന് വാസ്തുപരമായും ബന്ധമുണ്ട്. ഇത് ശ്രദ്ധിച്ചാണ് വേപ്പ് നടത്തുന്നതെങ്കിൽ വലിയ രീതിയിൽ ഗുണകരമാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വേപ്പ് ആരോഗ്യവും ക്ഷേമവും വർദ്ധിപ്പിക്കുന്നതിനാൽ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറൻ കോണിൽ നടണമെന്നാണ് വാസ്തുവിദഗ്ധർ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഇലകൾ, പുറംതൊലി, വേരുകൾ എന്നിവയെല്ലാം ആൻറ്റി മൈക്രോബിയർ ഗുണങ്ങളുള്ള സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വേപ്പ് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള പ്രദേശത്തെ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. വേപ്പ് ദീർഘായുസ്സായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് വാസ്തു ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. വാസ്തുവിൻ്റെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് വേപ്പ് നടാമെന്നും പറഞ്ഞിരിക്കുന്നു. ഈ രണ്ട് ദിശകളിലും മരം നടുന്നത് പോസിറ്റീവ് എനർജി നൽകുമെന്ന് നമ്മൾ വിശ്വസിച്ചു വരുന്നു. വാസ്തുവിൻ്റെ തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേപ്പ് മരം നടാൻ പാടില്ലെന്നും വിശ്വസിക്കുന്നു. തെക്ക് അഗ്നിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാലാണ് ഇവിടെ നടരുത് എന്ന് പറയുന്നത്.